രാവിലെ അറിയാൻ മേലാത്തൊരു പണി ചെയ്യാൻ പോവാണേ. എന്താണെന്നില്ലേ, പോർക്ക് റോസ്റ്റ്. ഞാൻ ഇതുവരെ പന്നി കറി വെച്ചിട്ടില്ല, കഴിക്കും പക്ഷേ കറി വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് പന്നി കറി വെക്കാൻ പോകും, റോസ്റ്റ് ചെയ്യാൻ പോകും. റോസ്റ്റ് ആകുമോ ഡ്രൈ ഫ്രൈ ആകുമോ നമുക്ക് ലാസ്റ്റ് അറിയാം. അപ്പോൾ അതിന് വേണ്ട സാധനമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില മസ്റ്റ്, എല്ലാം എടുത്തപ്പോഴാണ് ഓർത്ത് വെളുത്തുള്ളി ഇല്ല. വേണ്ട, എല്ലാം എടുത്ത് വെച്ചു. എങ്ങനെ ഉണ്ടാക്കും? യൂട്യൂബ് ഉണ്ടല്ലോ, വരൂ. അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്കൊരു റെസിപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എളുപ്പം, അപ്പോൾ അത് തന്നെ ചെയ്യാം. കുക്കർ റെഡി, ഉപ്പിട്ട് കൊടുക്കാം. ആ പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാ സാധനമൊന്നും നമുക്കില്ല, നമുക്കുള്ളത് കൊണ്ട് ഉണ്ടാക്കാന്നേ. ഇങ്ങോട്ട് കുറച്ച് മല്ലിപ്പൊടി മതിയായിരിക്കും, ദൈവത്തിനറിയാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പറഞ്ഞു. നമുക്ക് ഗാർലിക് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം കുറച്ച് ജിഞ്ചർ ചുമ്മാ ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി, പൊടിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തു. കാശ്മീരി മുളക് പൊടി, മുളക് പൊടി, കറിവേപ്പില, സവാളയല്ല, ഞാൻ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. എനിക്കെപ്പോഴും അതിപ്പോൾ അമ്മയാണല്ലോ ആര് കറി വെച്ചാലും പന്നിക്കകത്ത് ചെറിയുള്ളി ഇടുന്ന ഇഷ്ടം. പിന്നെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശർക്കര ഓയിൽ ഒഴിച്ചു, ഇപ്പം വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ. അങ്ങനെയെല്ലാം മിക്സ് ചെയ്തു ഗൈസ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വേഗം വെക്കാം. അങ്ങനെ സാധനം വേഗം വെച്ചു. വേഗട്ടെ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗാർലിക് ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, അല്പം ഉപ്പിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. വരണ്ട് വന്നു. വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഒരു കളറിന്, കുറച്ച് മല്ലിപ്പൊടി, ഒരു പൊടിക്ക് മീറ്റ് മസാല ചേർക്കുന്നുണ്ട്, പോർക്ക് മസാല ഇല്ലായിരുന്നു. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തൊരല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചായിരുന്നേ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സംഭവം ഇടാം.